മനക്കൽ അഗ്രോഫാർമയുടെ ഹോമിയോ വളം പോയിട്ട് മുന്നിലേക്കാളും നല്ല വിളവായി ഈ സമയം. നല്ല വലിപ്പം വരും. കൊത്തില് 30-35 കാ വീതം പിടിക്കും. അച്ഛന്റെ പേര് എന്താണ്? പേര് ബാബു. ബാബു. ഇത് എത്ര ഏക്കറിലാണ് ഇവിടെ കൃഷി നടക്കുന്നത്? കൃഷി 1 ഏക്കർ. മനക്കലിന്റെ ഹോമിയോ വളങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം ഏലകൃഷിക്ക് എത്രത്തോളം മാറ്റങ്ങള്? നല്ല മാറ്റമുണ്ട്. ഈ മഞ്ഞളിപ്പ്, തട്ട പൊളിക്കല്, തട്ട ചെയ്യുന്നത് എല്ലാ മാറ്റമുണ്ട്. എല്ലാ മാറ്റങ്ങളും ഈ വളങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം മാറുന്നുണ്ട് അല്ലേ? ഇങ്ങനെയാ കാ പിടിക്കുന്നത്. ഇത് കണ്ടോ, ഈ കൊത്തെണ്ണി നോക്കി, ഈ കൊത്ത് എണ്ണി നോക്കി, ഈ കൊത്തെണ്ണി നോക്കി, കണ്ടോ ആ കൊത്തെണ്ണി നോക്കി. 30 വരെ വരും. ഈ ഒരൊറ്റ കൊത്തിന്ന് തന്നെ 30 വരെ എത്തും. 30 വരെ വരും. ഇത് എത്ര കാലം ഉപയോഗിക്കുന്നുണ്ട് ഈ മനക്കലിന്റെ ഈ ഒരു ഹോമിയോ വളം? 5 വർഷം അടുത്തായി ഉപയോഗിക്കാം. അതിന് മുന്നേ ഉണ്ടായിരുന്നതും ഇത് ഉപയോഗിച്ചതിന് ശേഷം ഉണ്ടായിരുന്ന നമ്മളൊരു വ്യത്യാസം എന്താണ്? മനക്കൽ അഗ്രോഫാർമയുടെ ഹോമിയോ വളം പോയിട്ട് മുന്നിലേക്കാളും നല്ല വിളവായി ഈ സമയം. അതുപോലെ തന്നെ ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസത്തിൽ ഇതിന്റെ ചെലവിലും വ്യത്യാസം വരുമല്ലോ? ചെലവിലും വ്യത്യാസമുണ്ട്. അപ്പൊ ഈ ഹോമിയോ ആയിരിക്കും കൂടുതൽ നമുക്ക് ലാഭകരമായിട്ട് ഉണ്ടാവും. ഹോമിയോ ലാഭകരം.